പതുക്കെ പറയും റുബിയെ, നീ എന്താണ് ഓൾ അവിടെ കിടക്കുന്നുണ്ട്, പുതിയ കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, ഇങ്ങനെ വന്ന് വന്ന് ഓരോന്ന് പറയല്ലേ, എന്താണ് ഇപ്പൊ നിന്റെ ഇത്, ഒന്ന് പറഞ്ഞാട്ടിക്ക. കേക്കട്ടെ, അമ്മായിമാൻ്റെ തനി സ്വരൂപം അറിയട്ടെ എല്ലാവരും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും അറിയുമല്ലോ എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്. ഞാനൊക്കെ അറിയുന്നുണ്ട് അമ്മ, എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ഞാൻ അറിയുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇത് ഒരുപാട് ക്രൂരതയാണ് കിട്ടോളേ കാട്ടണത്. ഓ ഇനിയിപ്പോൾ എൻ്റെ സമ്മതം എന്തിനാ എനിക്ക്? എന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ? വെറുതെ അല്ല എൻ്റെ മാപ്പിള എന്നെ അങ്ങനെ ഓരോന്ന് പറയുന്നത്, എൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ. ഇത് ആദ്യം മാറ്റിക്കോട്ടാ. എൻ്റെ കാര്യം നോക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും എനിക്കറിയാം. നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. നീ നിൻ്റെ കുടുംബം നോക്കി മുന്നോട്ട് നീ പോകാൻ നോക്ക്. മറ്റുള്ള കാര്യത്തിലും നീ ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, പിന്നെ അതൊരു പ്രശ്നമായിട്ട് തീരാൻ പാടില്ല. ശരി അമ്മ, ഞാൻ പോവുകയാണ്. നിങ്ങൾ എന്താ വെച്ചാൽ ആയിക്കോളൂ. ഇതൊക്കെ പടച്ചോൻ ഒന്ന് കാണുന്നുണ്ട് കേട്ടോളൂ. ആ പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി കിട്ടും. നോക്കി കണ്ടൊക്കെ നിന്നോളൂ. ഒരാളെ ഇങ്ങനെ ദ്രോഹിക്കരുതേ. പടച്ചോൻ ഇതെല്ലാം കാണുന്നുണ്ട്, മനസ്സിലായോ? ഒരാളെ കൊടുമപ്പെടുത്തുന്നതിനൊരു അതിരുണ്ട്, നിങ്ങളത് ആലോചിച്ചോളൂ. അത്രേ ഞാൻ പറഞ്ഞാൽ പോവുകയാണ്.